ഓക്കെ, അങ്ങനെ ഒരു വീക്ക് കഴിഞ്ഞിരിക്കുന്നു. നമുക്ക് ഒരു വീക്കിന്റെ അത് നമ്മളെ പ്രോഗ്രസ് ഫസ്റ്റ് നോക്കാം. വീക്ക് ചലഞ്ചിങ്ങിന്റെ ഫസ്റ്റ് വീക്ക് കഴിഞ്ഞു. യെസ്. അപ്പോൾ ടോട്ടൽ നമ്മളിപ്പോൾ ലാസ്റ്റ് എന്താ പറയാ, നമ്മൾ മാർച്ചിലെ ലാസ്റ്റാണ് തുടങ്ങിയത്. അപ്പോൾ നമുക്ക് അക്കൗണ്ട് ഒന്ന് കയറി നോക്കാം. അതെ, സോ മാർച്ച് 30 നമ്മൾ സ്റ്റാർട്ട് ചെയ്തത്. വിഷ്ണുട്ട 30 ഞാൻ 30, അതെ. 31 സ്റ്റാർട്ട് എനിക്കൊന്ന് ഞാനും 30 ഞാൻ സ്റ്റാർട്ട് ചെയ്തത്. 30 സ്റ്റാർട്ട് ചെയ്തത്. ചെയ്തത്. ഞാൻ 31. ഇപ്പോൾ ഓവറോള് ഇപ്പം നമുക്ക് നിൽക്കുന്നത്, ഞാൻ ഏകദേശം ഒരു 0.75 അടുപ്പിച്ച് ലോസിലാണ് നിൽക്കുന്നത്. 75%, 0.75% അത്രേ ഉള്ളൂ. വേറെ അത്രയും ലോസേ ഉള്ളൂ. സോ നമുക്ക് ജസ്റ്റ് ഒന്ന് കാലണ്ടർ ചെക്ക് ചെയ്താൽ ഇവിടെ ഇപ്പോൾ നോക്കി കഴിഞ്ഞാൽ വീക്ക് നമുക്ക് കാണാം $35 അടുപ്പിച്ചാണ് ഇപ്പോൾ ലോസിലുള്ളത്. 30th മാർച്ച് തുടങ്ങിയാണ്. അപ്പോൾ 30th നമുക്കൊരു $11 ലോസ് ഉണ്ട്. 31st നമുക്ക് പ്രോഫിറ്റ് ഉണ്ട് ഏകദേശം 39.73. ഏപ്രിൽ തുടക്കത്തിൽ ഒരു ലോസ് ഉണ്ടായിരുന്നു. പിന്നെ ഇപ്പം കഴിഞ്ഞ ഫ്രൈഡേ വരെ നോക്കി കഴിഞ്ഞാൽ 2 ദിവസം നമുക്ക് ലോസ്, ചെറിയ ലോസസ്, വലിയ ലോസസ് അല്ല. ടോട്ടൽ നമ്മൾ ഏകദേശം, എനിക്ക് പേഴ്സണലി 15 ട്രേഡ് ഉണ്ടായിരുന്നു. എന്നിട്ടും 1% താഴെ ലോസ് ഉള്ളൂ. മാനേജ്മെന്റ് കറക്റ്റായിട്ട് പോകുന്നതുകൊണ്ട് അത്രേ ഉള്ളൂ. ആൻഡ് ഗൈസ്, ഇതിൻ്റെയൊക്കെ അപ്ഡേറ്റ് എൻ്റെയും അബ്ദുവിൻ്റെ ഇൻസ്റ്റാഗ്രാമിൽ നിങ്ങൾക്ക് കിട്ടും. കാരണം നമ്മൾ എല്ലാ ദിവസവും സെറ്റപ്സും അതിൻ്റെ PNL ജേണലായിട്ട് ഇട്ട് പോകുന്നുണ്ട്. അപ്പം മാത്രം ട്രേഡ്സിന്റെ ഒരു പേജ് ഇൻസ്റ്റയില് നമ്മൾ രണ്ടുപേരുടെ ഉണ്ട്. നിങ്ങൾക്കിപ്പോൾ സ്ക്രീനിൽ കാണാൻ പറ്റും. സ്ക്രീനിൽ ശ്രദ്ധിച്ചാൽ പേരിട്ടേക്കാം. ഓക്കെ. അപ്പോൾ അതാണ് എൻ്റെ അക്കൗണ്ട് സ്റ്റാറ്റസ് ഇതുവരെ ഉള്ളത്. എല്ലാം നമ്മളിപ്പോൾ ട്രേഡ് ചെയ്യുന്ന ഡോ ജോൺസ് മാത്രമാണ് ട്രേഡ് ചെയ്യുന്നത്. നിങ്ങൾക്കറിയാം, USDT ആണ് നമ്മൾ ട്രേഡ് ചെയ്യുന്നത്. അപ്പം ഞാൻ അബ്ദു ബ്രോയുടെ ആക്സസ് കൊടുക്കാം. അപ്പോൾ അബ്ദു ബ്രോയ്ക്കും കൂടെ അബ്ദു ബ്രോയുടെ സ്ക്രീനിൽ ഓക്കെ. സ്ക്രീൻ വന്നാണല്ലോ, എൻ്റെ സ്ക്രീൻ ആണല്ലോ. ഓക്കെ, നമുക്ക് നേരെ നമ്മുടെ അനാലിസിസിലോട്ട് പോവാം. ഓക്കെ, സോ ഇപ്പോൾ നമുക്ക് വീക്കിലിയോട്ട് തുടങ്ങാം. മന്ത്ലിയുടെ നമ്മളെ ക്യാൻഡില് നമ്മളന്ന് പറഞ്ഞ ഓർമ്മയുണ്ട്. നമ്മളന്ന് പറഞ്ഞ അതേ രീതിക്കാണ് ക്ലോസ് ചെയ്തത്. ലാസ്റ്റ് വീക്കിൻ്റെ ക്യാൻഡിൽ ലാസ്റ്റ് മന്ത് ക്ലോസ് ചെയ്തപ്പം നമ്മൾ ആക്ച്വലി പ്രീവിയസ് മന്ത് സ്വീപ്പ് ചെയ്തിട്ടുണ്ട്. ഓർഡർ ഫ്ലോഡ് ഓപ്പണിലുമാണ്. 2 സാധനം ചെയ്ത് സ്വീപ്പ് ചെയ്താണ് ക്ലോസ് ചെയ്തിട്ടുള്ളത്. നമ്മളിത് ഓൾറെഡി കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ ചാൻസസ് ഉണ്ട് ഉണ്ടെന്നുള്ള കാര്യം. നമ്മൾ ആ വീഡിയോ എടുത്ത് ചെക്ക് ചെയ്താൽ ഞങ്ങൾക്ക് മനസ്സിലാവും കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ ഇത് രണ്ടും കമ്പൈൻ ചെയ്താൽ എനിക്കൊന്ന് ഇൻഡിസൈസീവ് ആയിട്ടാണ് നിൽക്കുന്നത്. മൊമെന്റ് നോക്കുവാണെങ്കിൽ, ഓവറോൾ നോക്കുകയാണെങ്കിലേ നമുക്ക് ഇൻഡിസൈസീവ് ആയിട്ട് മന്ത്ലിയുടെ രീതിക്ക് വരുന്ന റീബാലൻസിങ് മുകളിലാവുള്ളൂ. അപ്പോൾ അതെന്തായാലും അതുവരെ എത്തണ്ടേ. അതുവരെ എത്തിയാലേ നല്ല റീബാലൻസ് ഉള്ളൂ. അതല്ലെങ്കിൽ ഒന്നില്ലെങ്കിൽ ഈ ലോ ഹോൾഡ് ചെയ്യണം. ഇത് ഹോൾഡ് ചെയ്തിട്ട് ഇനിയുള്ള ബൈ ഇവിടെ നിന്ന് നടക്കാം. അതായത് ഓവറോൾ, അതെ, കാരണം ഇൻഡെക്സിൽ ഓവറോൾ ബുള്ളിഷായിട്ട് ഡെലിവർ ചെയ്യുന്നത്. അപ്പോൾ നമ്മളിനി ഹയസ്റ്റ് ആയി എടുത്ത് കളയണം. അതാണ് ഇപ്പോഴത്തെ സൈക്കിള്. അപ്പോൾ ഒന്നില്ലെങ്കിൽ ഇത് പ്രൊട്ടക്റ്റ് ചെയ്തിട്ട് തന്നെ ഇത് കളയാം, അതല്ലെങ്കിൽ ഇതെടുത്ത് കളയും. എന്നിട്ടായിരിക്കും അടുത്ത മൂവ്. ഇവിടെ താഴെ റീബാലൻസിങ് വിക്ക് കിടപ്പുണ്ട്, മന്ത്ലി തന്നെ കിടപ്പുണ്ട്. അഥവാ അതെടുത്ത് കളയും എന്നുള്ളൊരു രീതിക്ക് എത്തുകയാണെങ്കിൽ നമുക്കത് നോക്കാം. സമയമുണ്ട്, നല്ല ദൂരമുള്ള പ്രൈസിങ് അല്ലേ, മന്ത്ലി അല്ലേ, അപ്പോൾ സമയമുണ്ട്. അപ്പോൾ ഇത് എടുക്കുകയാണെങ്കിൽ നമുക്ക് അടുത്ത മണി ലെവൽ ഇവിടെയുള്ള മന്ത്ലിയുടെ. അപ്പോൾ നമുക്കൊന്ന് ആ റീബാലൻസിങ് വിക്ക് നോക്കി വെച്ചിരുന്നാൽ മതി. മന്ത്ലിയുടെ കണക്ക് അതാണ്. ഇപ്പോഴത്തെ ക്യാൻഡിൽ ഓപ്പൺ ആയിട്ടേ ഉള്ളൂ. ഞാൻ ഈ വീക്ക് ഇപ്പോഴും നമ്പുന്നില്ല. ചിലപ്പം ലോവർ പ്രൈസസ് ഇനി നമുക്ക് പോകാം. വീക്കിലി നമ്മൾ പോവുകയാണെങ്കിൽ ലാസ്റ്റ് 2 ക്യാൻഡിലും കൂടെ നമ്മൾ കമ്പൈൻ ചെയ്താലും ഇൻഡിസൈസീവ് ആയിട്ട് വരത്തുള്ളൂ ഇത് രണ്ടും. ഓക്കെ, ബോഡി ഇൻഡിസിഷൻ ആണ്. ഓക്കെ, അപ്പം നമുക്കിനി നോക്കേണ്ടത് ഇതും പക്ഷെ ചെയ്തിട്ടുള്ള എന്താണെന്ന് വെച്ചാൽ പ്രീവിയസ് ആയിട്ടുള്ള ക്യാൻഡിൽ സ്വീപ്പ് ചെയ്താണ് നമ്മുടെ വീക്കിലിയുടെ ക്യാൻഡിൽ ക്ലോസ് ചെയ്തിട്ടുള്ളത്. സെയിം. അപ്പോൾ അതായത് മന്ത്ലി കണ്ട അതേപോലെ തന്നെ അത് ചിലപ്പോൾ പ്രൊട്ടക്ട് ചെയ്യപ്പെടാം. നമ്മൾ കൂടുതലും പ്രീമിയത്തിലാണ് നിൽക്കുന്നത്. റേഞ്ചിൻ്റെ 50% മുകളിലാണ്, പ്രീമിയത്തിലാണ് ഉള്ളത്. അപ്പോൾ പ്രീമിയത്തിലായതുകൊണ്ട് ചിലപ്പം തുടക്കത്തിൽ സെൽസ് ആയിരിക്കും. അപ്പോൾ അത് ഓൾറെഡി ഞാൻ ഇത് വീക്കിലി സെൽസ് അപ്പോൾ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് ഇതിൽ. വീക്കിന്റെ സ്റ്റാർട്ടിങ് സെൽസിനാണ് ചാൻസ്, അതായത് മൺഡേ മുതൽ. അതെ, പക്ഷെ ഇവിടെ നമുക്ക് മണി ലെവലെന്ന് വിളിക്കാനായിട്ട് കൂടി അടുത്തുള്ളതെന്ന് പറയാൻ ഈ പഴയ ഓർഡർ ഫ്ലോയേ ഉള്ളൂ. ഇവിടേക്കുള്ള ഓർഡർ ഫ്ലോസ് ആണ് ഉള്ളത്. പക്ഷെ അതിപ്പം നമുക്കിപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഇവിടെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ട്. അത് ആ റീബാലൻസിൽ അടുത്താണ് ഉള്ളത് ഈ ഒരു ഓർഡർ ഫ്ലോ. അത് വീക്കിലിയുടെ മെയിൻ സാധനമായിട്ട് ഞാൻ അതേ കാണുന്നുള്ളൂ ഇപ്പോൾ ഓർഡർ ഫ്ലോഡ് ഓപ്പൺ ആയിട്ട്. വേറെ ഒന്നും ഞാൻ അങ്ങോട്ട് എനിക്ക് നല്ല ക്ലിയർ ആയിട്ടൊന്നും കാണുന്നില്ല. എല്ലാ ഓർഡർ ഫ്ലോയും മാർക്ക് ചെയ്യാനും പറ്റില്ലല്ലോ. ഇത് സബ്ബാണ്. ഇതായിരുന്നു മെയിൻ ആയിട്ടുള്ള ഓർഡർ ഫ്ലോ നമ്മൾ ഡെലിവർ ചെയ്ത രീതിക്ക്. അപ്പം മിക്കവാറും ഈ ലോയും ചിലപ്പോൾ റെസ്പെക്ട് ചെയ്യാൻ സാധ്യതയുണ്ട്. അപ്പം ആ ലോയും കൂടെ ഞാനൊന്ന് മാർക്ക് ചെയ്തിടാം.
അത് ആ ഇൻവാലിഡേഷൻ പോയിന്റ് ആയിരുന്നു നമ്മുടെ പ്രീവിയസ് ആയിട്ടുള്ള. അപ്പോൾ ഈ രണ്ട് ഓർഡർ ഫ്ലോയും മാത്രമേ വീക്കിലി നമ്മൾ നോക്കിയാൽ മതി. അപ്പോൾ ഇത് കണ്ടോ, ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമുക്കൊരു ഹിഡൻ ആയിട്ടുള്ളൊരു സപ്ലൈ ഉണ്ട്. പക്ഷെ അത് എനിക്ക് തോന്നുന്നു ഡെയിലിയിലോ H4 ആയിരിക്കും ഇച്ചിരി കൂടെ ക്ലീൻ. ആ രണ്ട് ലെവലും വീക്കിലി നോക്കിയാൽ മതി. ഇതിപ്പോൾ ഒരു ട്രാൻസാക്ഷൻ ആണ് വീക്കിലി തന്നെ, ശ്രദ്ധിച്ചാൽ നമ്മൾ ഇത് ഓൾറെഡി ലോ ഫോം ചെയ്തിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി ലോ ഫോം ചെയ്തിട്ടുള്ള നല്ലൊരു ട്രാൻസാക്ഷൻ ആണ് വീക്കിലിന്റെ. അതെ. സോ ചിലപ്പോൾ ഇനി അടുത്ത മണി ലെവൽ വരെ പോവാൻ സാധ്യതയുണ്ട്. അപ്പം ഇത് ഇങ്ങോട്ട് വരാൻ സാധ്യതയുണ്ട് ഇനിയുള്ള വീക്കിലോട്ട്. അങ്ങോട്ടുള്ള ബൈസ് ആയിരിക്കാം നടക്കുന്നത്. അപ്പോൾ ഓപ്പൺ ലോ പിന്നെ ബൈ ആയിരിക്കാം. വീക്കിലിയിൽ അത്രേ ഉള്ളൂ. ഡെയിലി ഇപ്പോഴും ഡെലിവറി ബെയറിഷാണ്, ഒരു മാറ്റവും ഇല്ല. വീക്കിലിയുടെ ഓർഡർ ഫ്ലോ ഡെയിലി ഒരു അൺമിറ്റിഗേറ്റഡ് വിക്കിലോട്ടും വരുന്നുണ്ട്, കണ്ട. അപ്പം നമുക്കത് നോക്കാം ഫ്യൂച്ചറിൽ. പക്ഷെ ഇതിപ്പം എത്തുമ്പോൾ നോക്കാം. ഇപ്പം ഡെയിലിയൊക്കെ ബെയറിഷ് ആയിട്ട് തന്നെയാണ് ഡെലിവറി ചെയ്യുന്നത്. ഡെയിലിയുടെ ഇൻവാലിഡേഷൻ എന്ന് പറയുന്ന ഈ ലെവലാണ്. അതും കൂടെ ഞാൻ മാർക്ക് ചെയ്തിട്ടേക്കാം. അതൊരു ഇൻവാലിഡേഷൻ പോയിൻ്റാണ് ഡെയിലിയുടെ. സെറ്റിങ്സ് IVP കാണുമല്ലോ. ഓക്കെ. അപ്പോൾ അവിടെ എത്തുമ്പോഴേ ഡെലിവറി ഇൻവാലിഡേറ്റഡ് ആവുള്ളൂ. നമുക്ക് ട്രെൻഡ് എന്നുള്ള കൺസെപ്റ്റ് ഒന്നുമില്ല. നിങ്ങൾ വീഡിയോ കാണുന്നവർക്ക് വേണ്ടിയിട്ടാണ്. നമുക്ക് ട്രെൻഡ് ഒന്നുമില്ല. നമ്മൾ കൂടുതലും ഡെലിവറിയും ഓർഡർ ഫ്ലോ ആണ് ഫോക്കസ് ചെയ്യുന്നത്. ഡെലിവറി അതിന് മുകളിൽ പോയാൽ ഇൻവാലിഡേറ്റ് നമ്മൾ ഒരു ട്രെൻഡിന് അഗേൻസ്റ്റ് ആയിട്ട് അതേപോലെ ഫോളോ ചെയ്തിട്ടും നമ്മൾ പോണില്ല. ഇല്ല, ട്രെൻഡ് ഒന്നുമില്ല. അത്രേ ഉള്ളൂ. നമുക്ക് ഫിക്സ്ഡ് ബയസ് ഒന്നും ഇല്ല കേസ്. നമ്മൾ സെല്ലും ബൈയൊക്കെ എടുക്കും, രണ്ടും എടുക്കും ചില സമയത്ത് ഒരേ സമയം. പിന്നെ ഡെയിലി ഇത് ട്രാൻസാക്ഷനാണ്. ഡെയിലി നോക്കിക്കഴിഞ്ഞാൽ ഞാൻ ഈ റിജക്ഷൻ വന്നുകൊണ്ട് എൻ്റെ എക്സ്പെക്ടേഷൻ ഇന്നലത്തെ ന്യൂസിൽ ചിലപ്പോൾ കയറി പോകുമെന്ന് എനിക്ക് എക്സ്പെക്ടേഷൻ ഉണ്ടായിരുന്നു. കാരണം നമ്മൾ ഇന്നലെ കഴിഞ്ഞ 2 ദിവസത്തെ രീതിക്ക് നോക്കുമ്പോൾ ഇത് സ്വീപ്പ് ചെയ്താൽ ക്ലോസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പോൾ എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ എന്തായാലും മുകളിലോട്ടുള്ള ഡെലിവറി ഉണ്ടായിരിക്കും. അതുകൊണ്ട് ചിലപ്പോൾ ഇത് ആദ്യം മുകളിലോട്ട് പോയി അറ്റ്ലീസ്റ്റ് ഇൻഡ്യൂസ്മെൻറ്റെങ്കിലും എടുത്ത് കളഞ്ഞ്, ഇത് ഡെയിലിയുടെ ഇൻഡ്യൂസ്മെൻറ്റും കൂടെ അതെടുത്ത് കളഞ്ഞിട്ട് സെൽസ് കിട്ടുന്ന വിചാരിച്ചു. പക്ഷെ നടന്നില്ല. അത് ഇന്നലെയും ചെയ്തില്ല. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ചിലപ്പോൾ ഇത് ഹോൾഡ് ചെയ്യാൻ സാധ്യതയുണ്ട്. അതായത് ഈ ഹൈ ഇപ്പോൾ ഉണ്ടാക്കി വെച്ചേക്കാണ്, ഒരു ഹൈ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോഴത്തെ 2 ക്യാൻഡിൽ എടുത്താലും ഇൻഡിസിഷനാണ് ഡെയിലിയിൽ. എങ്ങനെ നോക്കിയാലും ഇൻഡിസൈസീവ് ആണത്. ഇതും ഇൻഡിസൈസീവ് ആയിട്ടേ നമുക്കത് വരുന്നുള്ളൂ. ഓക്കെ, പ്രീമിയത്തിലാണ് നിൽക്കുന്നത് ഏകദേശം. പക്ഷെ നമുക്കത് ഉപയോഗമില്ല. നമുക്ക് വീക്ക് തുറക്കുമ്പോൾ ഇത് ചിലപ്പോൾ മൺഡേ ഓൾറെഡി താഴോട്ടായിരിക്കും. ചിലപ്പോൾ ആദ്യം ബൈ ആയിരിക്കും കിട്ടുക. പക്ഷെ ഇപ്പോഴിത് സ്വീപ്പ് ചെയ്ത് ക്ലോസ് ചെയ്തിട്ടുണ്ട്. ചിലപ്പോൾ ഇത് പ്രൊട്ടക്റ്റഡ് ആയിരിക്കാം. തൽക്കാലം പ്രൊട്ടക്റ്റഡ് ചെയ്ത് വെച്ചേക്കാം. ക്വസ്റ്റ്യൻ മാർക്ക് ഇട്ട് വെച്ചേക്കാം. ചിലപ്പോൾ പ്രൊട്ടക്റ്റഡ് ആണ്. സാധ്യതയുണ്ട്, ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല, സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ ആ ലെവല് നമുക്ക് നോക്കി വെക്കണം. ഇത് ഓപ്പൺ ഇംബാലൻസും ആണ് ബ്രോ, ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ. ഇത് ലാസ്റ്റ് ഇംബാലൻസ്, ഇത് ഓപ്പൺ ഇംബാലൻസും ആണ്. ഇത് എടുത്താൽ തന്നെ നമുക്ക് ബൈ ഉണ്ടെങ്കിൽ നമ്മൾ ബൈ എടുക്കും. അത് ഓൾറെഡി ആ വീക്കിലിയുടെ നമ്മൾ എക്സ്പെക്ടേഷൻ ഉണ്ട്, വീക്കിലിയുടെ അടുത്ത മണി ലെവലിൽ പോകണമെന്നുള്ള. അപ്പോൾ ഈ ലിക്വിഡിറ്റി ചിലപ്പോൾ ആ ട്രാൻസാക്ഷൻ സാധ്യത ഉണ്ടാക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ നമുക്ക് ഈ ഓപ്പൺ ഇംബാലൻസ് എടുത്താലും നമുക്ക് ബൈക്ക് ഓപ്പർച്യൂണിറ്റി ഉണ്ടെങ്കിൽ നമുക്ക് എടുക്കാം, ഡെയിലിയുടെ രീതിക്ക് നോക്കുകയാണെങ്കിൽ. അതല്ല ഈ ട്രാൻസാക്ഷൻ താഴെ പോകാനാണ് ഈ ട്രാൻസാക്ഷൻ്റെ സാധ്യതയെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ തന്നെ ആ വീക്കിലിൻ്റെ ഓപ്പൺ ചിലപ്പോൾ നമ്മൾ ഇംബാലൻസ് ഒന്ന് ഫില്ല് ചെയ്യാനായിരിക്കും. അല്ലെങ്കിൽ ഈ വിക്കുണ്ട്, വിക്ക് ഇപ്പം ഞാൻ വരയ്ക്കുന്നില്ല. ഇതിന് താഴെ വരണമെങ്കിൽ നമുക്കത് വരച്ചിട്ട് കാര്യമുള്ളൂ. അതുകൊണ്ട് ഞാൻ ഇപ്പം ഓവറായിട്ടൊന്നും വരച്ച് വെക്കുന്നില്ല. സോ ഇത് ഇപ്പോഴും ഡെയിലിയുടെ ഇൻഡ്യൂസ്മെൻറ്റും കൂടെയാണ്. ഞാൻ ഡെയിലിയുടെ ILQയും കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കാം. ഓക്കെ, ഇത് SLQ ആയിട്ട് മാറി ഈ ഹൈ. പക്ഷേ ഇത് രണ്ടും അടുത്തടുത്താണ്. അപ്പോൾ നമുക്ക് ഉപയോഗമില്ല. ഇത് പോയാൽ എന്തായാലും ഇതും പോകുമെന്ന് എനിക്കറിയാം. കാരണം ഇവിടെ വേറെ മണി ലെവലൊന്നും ഇല്ല. H4 ഒരു മണി ലെവൽ ഉണ്ടായിരുന്നു. ആ മണി ലെവലാണ് ഇപ്പോൾ യൂട്ടിലൈസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ H4 പോയി കഴിഞ്ഞാൽ നമ്മൾ ഈ മണി ലെവലിൽ നിന്നുള്ള മണി ട്രാൻസ്ഫർ ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിപ്പോൾ ഫുള്ളായിട്ട് ഇപ്പോഴും പോയിട്ടില്ല കേട്ടോ. ഞാൻ അതിപ്പോഴും വെച്ചിട്ടുണ്ട്. അത് ആ വിക്ക് ഇപ്പോഴും ബാക്കിയുണ്ട്. ഈ SLQയും കൂടെ എടുത്തിട്ടാണ് ആ ട്രാൻസാക്ഷൻ നടക്കുന്നത്. നമ്മൾ ഓൾറെഡി കണ്ട പോലെ ഇന്നലെയും നമ്മൾ ആ SLQ എടുത്തിട്ടുണ്ട്. H4ലും ഒരു SLQ ഉണ്ടായിരുന്നു, അതും എടുത്തു. അതും വിക്കാണ് ചെയ്യുന്നത്. ഒന്നും അതിൻ്റെ മണ്ടേ ക്ലോസ് ചെയ്യാൻ പറ്റുന്നില്ല. ഇന്നലെ ന്യൂസിലും ശ്രദ്ധിച്ച് അത് വിക്കേ ചെയ്തോളൂ ന്യൂസിൽ. അപ്പോൾ ഇവിടെ ഒരു മണി ട്രാൻസ്ഫർ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഈ വിക്കിൻ്റെ 50% ആണ് ഇപ്പോൾ മിറ്റിഗേറ്റ് ചെയ്തത്. അപ്പോൾ ആ ഒരു മണി ട്രാൻസ്ഫർ ഇപ്പോഴും ആ ടോം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ എനിക്ക് തോന്നുന്നത്, എൻ്റെ ഒരു എക്സ്പെക്ടേഷൻ, ഇത് മിക്കവാറും ഇച്ചിരി കൂടെ താഴോട്ട് പുഷ് ചെയ്തിട്ടായിരിക്കും ആ ബൈ നടക്കുന്നതെന്നാണ് എൻ്റെ എക്സ്പെക്ടേഷൻ. ഇപ്പോഴും H4 ഡെലിവറി ഇല്ല. H4 നമുക്ക് ഇവിടെ നിന്നൊരു ബുള്ളിഷ് ഡെലിവറി ഉണ്ടാവുമെന്ന് ഞാൻ വിചാരിച്ചു. പക്ഷെ ഇതിൻ്റെ മുകളിൽ പോയില്ല. ഇവിടെ നിന്ന് ഇപ്പം ബെയറിഷ് ഡെലിവറി ഇല്ല. കാരണം ഇത് ബ്രീച്ച് ചെയ്തു, ടെസ്റ്റ് ചെയ്തു. ഇതിന് താഴെ പോയാലേ നമുക്ക് H4ലും ഡെലിവറി ഉണ്ട് എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഡെലിവറി ഒന്നുമില്ല. H4 നമുക്ക് രണ്ട് സൈഡും എഫിഷ്യൻ്റ് അല്ല ഇപ്പം, സത്യം പറഞ്ഞാൽ. H4 ഒന്നുമില്ല. H4 നമുക്ക് വരണം, ഇനി പുതിയതായിട്ട് വരണം, അത്രേ ഉള്ളൂ. കാരണം ഇവിടെയും സെയിം, ഈ മേജർ ആയിട്ടുള്ള സ്ട്രക്ചർ നോക്കിയാലും ഇവിടെ ആയിരുന്നു ലാസ്റ്റ് ആയിട്ട് എഫിഷ്യൻ്റ് ആയിട്ട് ഡെലിവർ ചെയ്ത. ഈ ഇൻഡ്യൂസ്മെന്റ്, ഈ ഇൻവാലിഡേഷൻ ഹോൾഡ് ചെയ്യണമായിരുന്നു, അത് ചെയ്തില്ല. അപ്പോൾ ഇൻവാലിഡേറ്റ് ചെയ്ത്
അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ മുകളിൽ, അപ്പോൾ ഇത് ടെസ്റ്റ് ചെയ്ത് ഇതിൻ്റെ മുകളിൽ പോയിരുന്നെങ്കിൽ നമുക്ക് അറ്റ്ലീസ്റ്റ് ഡെലിവറി ബുള്ളിഷ് ആയിരുന്നെങ്കിൽ പറയുന്നത്, അതും ചെയ്തില്ല, വീണ്ടും താഴോട്ട് വന്നു. പിന്നെയും താഴോട്ട് പിന്നെയും താഴെ എന്നിട്ട് ഇപ്പം അതും ആയിട്ടില്ല. ഇപ്പം മേജർ MOT, അതായത് മേജർ ഓർഡർ ഫ്ലോ ട്രാൻസാക്ഷൻ ഒന്നുമില്ല. ഇതിന് താഴെ ഇല്ല പോയാലേ ഒന്നുമില്ല. ഇതിന് ബെയറിഷ് ആവുള്ളൂ, അല്ലെങ്കിൽ ഇതിന് വീണ്ടും മോളിൽ പോകണം, പിന്നെ ബുള്ളിഷാണ്. അപ്പോൾ ഡെലിവറി ഇല്ല മെയിനിൽ. സബ് നോക്കിയാൽ സബിലും ഇല്ല, സബും ഒരു ഡെലിവറി ഇല്ല, ഇതില്ല. ഇവിടെ ഉണ്ടായിരുന്നു ആക്ച്വലി, അത് ഇൻവാലിഡേറ്റ് ചെയ്തു, അപ്പം അതും ഇല്ല. പിന്നെ നമുക്കിപ്പോൾ ഉള്ളത് ഉള്ളതേ ഉള്ളൂ. അത് ഇപ്പോൾ കണ്ടു കഴിഞ്ഞാൽ ഇത് ബ്രീച്ച് ചെയ്തു, ഇവിടെ ബ്രീച്ച് ചെയ്തു, പക്ഷെ അത് ഇൻഡ്യൂസ്മെൻ്റ് ചെയ്തു, ഇപ്പോൾ ഇവിടെ എത്തി. ഇപ്പം ഇനി എന്തെങ്കിലും ഡയറക്ഷൻ വേണം. ഡെലിവറി ഇല്ല, H4 ഡെലിവറി ഇല്ല. ഇപ്പോൾ നമുക്ക് ഡെയിലിയുടെ ഡെലിവറിയേ ഉള്ളൂ. ഇപ്പോൾ അവസാനം ഹയർ ടൈം ഫ്രെയിം നോക്കുകയാണെങ്കിൽ ഡെയിലിയുടെ ഡെലിവറി വെച്ച് നമുക്ക് അത് നമ്പി ട്രേഡ് ചെയ്യാനേ പറ്റത്തുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്ത ആഴ്ച വരുമ്പം ലണ്ടൻ്റെ സെഷൻ നമുക്ക് മൊമെൻറ്റം നോക്കിയിട്ട് എന്ത് ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം. ഈ ട്രാൻസാക്ഷന് ഞാൻ നമ്പുന്നില്ല, കാരണം ഇതിപ്പോൾ നടക്കുന്ന സ്ഥലം ഇതിപ്പോഴും മിറ്റിഗേറ്റ് ചെയ്തിട്ടില്ല. ഞാൻ അറ്റ്ലീസ്റ്റ് ഇത് ടച്ച് ചെയ്തിരുന്നെങ്കിൽ നമുക്ക് H4ൻ്റെ ഹിഡൻ ആയിട്ടുള്ള ഡിമാൻഡ് ആണെന്നെങ്കിലും പറയായിരുന്നു. കാരണം ഈ ഓർഡർ ഫ്ലോ മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഒരു ഡിമാൻഡാണ്, പക്ഷെ അത് ടച്ച് ചെയ്തില്ല, ഗ്യാപ്പ് ഇട്ട് വെച്ചേക്കണുണ്ട്. ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്, അതപ്പോൾ മനഃപൂർവ്വം തന്നെയാണ് ഇട്ട് വെച്ചേക്കണം, അതായത് കാരണമായിട്ട് തന്നെയാണ് ഇട്ട് വെച്ചേക്കണം. അപ്പോൾ ഈ ട്രാൻസാക്ഷൻ ഞാനിപ്പോൾ നമ്പുന്നില്ല. അതുപോലെയാണ് ഇവിടെ ഉണ്ടാക്കിയായിരുന്നു, ശ്രദ്ധിച്ചാൽ നമ്മൾ ഇവിടെ ഒരു ട്രാൻസാക്ഷൻ, ഇവിടെ ഒരു ലോ ഉണ്ടാക്കി. ആ ലോയ്ക്കും കണ്ട മണി ലെവലൊന്നും സപ്പോർട്ടില്ല. H4 ഒരു മണി ലെവലല്ല ഉണ്ടാക്കിയത്, അപ്പോൾ അതെടുത്ത് കളഞ്ഞ്. എന്നിട്ടിപ്പോൾ പുതിയ ലോ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇത് ചിലപ്പോഴേ ഹോൾഡ് ചെയ്യുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നു കണ്ടിട്ട്. ഓക്കെ, നമുക്ക് ഓർഡർ ഫ്ലോ ഒന്നുമില്ല ഇപ്പോഴത്തെ. ഇതിൻ്റെ ഈ ഒരു ട്രാൻസാക്ഷൻ്റെ ഓപ്പൺ ഇംബാലൻസ് ഇവിടെ ഉണ്ട്, ലാസ്റ്റ് ഇംബാലൻസ് ഇവിടെ ഉണ്ട്. ഓക്കെ, സോ ചിലപ്പോൾ ഞാൻ പറഞ്ഞ ഡെയിലി ഇത് പ്രൊട്ടക്റ്റഡ് ആണ്. അപ്പം അങ്ങനെയാണെങ്കിൽ നമ്മൾ താഴോട്ട് ഇറങ്ങാൻ സാധ്യത മൊമെൻറ്റം കാണിക്കുകയാണെങ്കിൽ നമ്മൾ ഓപ്പൺ ഇംബാലൻസോ ഇവിടെ നിന്നൊക്കെ കയറി പോകുന്നെങ്കിൽ നമുക്ക് ആ ബൈയിലോട്ട് കയറി പറ്റാൻ നോക്കാം. ഡെലിവറി ഒന്നും ഇല്ലല്ലോ നമുക്ക്, അപ്പം നമുക്ക് നോക്കാം. ഒന്നില്ലെങ്കിൽ ഡെയിലിയുടെ ഓർഡർ ഫ്ലോ ഇതിനെ താഴോട്ട് തന്നെ കൊണ്ടുപോകും വീണ്ടും ഇച്ചിരി കൂടെ ഡെയിലിയുടെ അടുത്ത മണി ലെവലിലോട്ട്. അതല്ലെങ്കിൽ നമ്മൾ ആ വീക്ക്ലി കണ്ട പോലെ നമ്മൾ വീക്ക്ലിയുടെ ബൈസ് തുടങ്ങും, വീക്ക്ലിയുടെ മണി ലെവലിലോട്ട്. എന്തെങ്കിലും ഒന്ന് സംഭവിക്കണം. നമുക്ക് ആ മൊമെൻ്റ് അനുസരിച്ച്, അത് പക്ഷേ അടുത്ത ആഴ്ചയുടെ മൊമെൻ്റ് അനുസരിച്ച് നമുക്ക് തീരുമാനിക്കാൻ പറ്റുള്ളൂ. ഇപ്പോൾ ഈ ചാർട്ട് ഇരുന്നിട്ട് തീരുമാനിക്കാൻ പറ്റില്ല. അന്നത്തെ ദിവസത്തെ പ്രൈസ് ആക്ഷൻ അനുസരിച്ച് നോക്കാം. ഇത് ഞാൻ ഇപ്പോൾ മാർക്ക് ചെയ്യുന്നില്ല. അതെ, ഇപ്പം ഞാൻ ഇത് മാർക്ക് ചെയ്യുന്നുമില്ല, ഇത് നമുക്കിപ്പോൾ ആവശ്യമില്ല, ഇതൊക്കെ കഴിഞ്ഞ മൊമെൻ്റമാണ്. നമുക്കിനി ചെയ്യാൻ പറ്റുക മൺഡേ വന്നിട്ട് ലണ്ടനിൽ ഇരിക്കുമ്പോൾ ഇവിടുത്തെ എങ്ങനെയാണ് പ്രൈസ് ആക്ഷൻ നോക്കാം. ചിലപ്പോൾ ഡെലിവറി H4 ഡെലിവറി ഒന്നും തിങ്കളാഴ്ച കിട്ടണമെന്നില്ല, സമയമുണ്ട്. അത് ക്യാനിൽ ഫോം ചെയ്ത് വരണ്ടേ. എന്തെങ്കിലും സബ് ഡെലിവറി എങ്കിലും കിട്ടിയാൽ, അതെ, എന്തെങ്കിലും സബായിട്ടുള്ള ഡെലിവറി എങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം, ശരി, അറ്റ്ലീസ്റ്റ് അതെങ്കിലും നമ്പാൻ പറ്റും. ഇപ്പോൾ ഒന്നുമില്ല, H4 ഒന്നുമേ ഇല്ല. H4 ലിക്വിഡിറ്റിയും മണി ലെവലും മാത്രമാണ് ഇപ്പോൾ വർക്കൗട്ടായിട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്, വേറൊന്നുമില്ല. ഇന്നലെ പക്ഷെ ഒരു ബൈ എനിക്ക് മിസ് ഔട്ട് ആയിരുന്നു. ആ ബൈ ഉണ്ടായിരുന്നെങ്കിൽ ആക്ച്വലി അക്കൗണ്ട് പ്രോഫിറ്റ് ക്ലോസ് ചെയ്തേനെ. ഇവിടെ നിന്നൊരു ഒരു ബൈ ഉണ്ടായിരുന്നു, ആക്ച്വലി നമ്മളെ ന്യൂസ് ടൈമിലാണോ ബൈ? അല്ലല്ല, ന്യൂസിന് മുമ്പായിരുന്നു. ഈ SL നമ്മള് ഓൾറെഡി ഡിസ്കസ് ചെയ്തിട്ടുള്ള നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഉണ്ടായിരുന്ന ബൈ ആയിരുന്നു അത്. താഴത്തേക്ക് വന്നിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ എടുക്കാന്ന് പറഞ്ഞു, പക്ഷെ അത് വന്നിട്ട് നമ്മൾ കണ്ടില്ല. ഞാൻ എടുത്ത് പിന്നെ ആ ട്രേഡ് എടുത്ത് ഒരു ട്രേഡ് മിസ്സായി. ഇതായിരുന്നു നമ്മൾ ഇരുന്ന സമയത്തുള്ള സെഷനിലുള്ള ട്രേഡ് ഇതായിരുന്നു. അതായത് ഇങ്ങനെയാണ് നിന്നത് ക്യാൻഡില് ഈ പോയിന്റ് ഓഫ് ടൈം. ഇത് ഇൻഡിസൈസീവ് ആയിരുന്നു എനിക്ക്. അപ്പം ഞാൻ ഒന്നില്ലെങ്കിൽ ഓടെ താഴെ വരുന്നെങ്കിൽ ബൈ എടുക്കാന്നുള്ള രീതിക്കാണ് നിന്നത്. ഓക്കെ, അതല്ലെങ്കിൽ ലിക്വിഡിറ്റി വേണമായിരുന്നു. എന്തെങ്കിലും ലിക്വിഡിറ്റി ഉണ്ടെങ്കിൽ, ലിക്വിഡിറ്റി എടുത്തിട്ടുണ്ടെങ്കിൽ അത് നമ്പി ട്രേഡ് ചെയ്യാന്നുള്ള രീതിക്ക് ഞാൻ നിൽക്കായിരുന്നു. അപ്പം ഞാൻ ചാർട്ടി വന്നപ്പം ഓൾറെഡി AM എടുത്ത് കളഞ്ഞിട്ടുണ്ട്. ഇപ്പം ലിക്വിഡിറ്റി ഓൾറെഡി കിട്ടിയിട്ടുണ്ട്. ഇപ്പം ലിക്വിഡിറ്റി പ്രൊവൈഡഡ് ആണ്. ഷിഫ്റ്റ് വേണ്ടേ, അല്ലെങ്കിൽ ഷിഫ്റ്റ് എന്തെങ്കിലും കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ നോക്കി. 15 മിനിറ്റ് വന്നപ്പോൾ 15 മിനിറ്റ് ഒന്നുമില്ല, ഒരു മണി ലെവലിലും അല്ല, ഒരു ലിക്വിഡിറ്റിയിലും ഒന്നുമില്ല. ഇവിടുത്തെ എൻ്റെ എടുക്കാൻ പറ്റില്ല, കാരണം നമ്മൾ ഓൾറെഡി കഴിഞ്ഞല്ലോ. ഈ മൂവിൽ ഓൾറെഡി കയറി പറ്റാൻ പറ്റില്ല, നമ്മളെ സെഷനിലല്ല, ഏർലി ലണ്ടനാണ്. ഏർലി ലണ്ടനിൽ ബൈ ഉണ്ടായിരുന്ന കാണും, നമ്മൾ ട്രേഡ് ചെയ്യുന്നില്ല. ഓക്കെ, അപ്പോൾ പിന്നെ ഞാൻ വെയിറ്റ് ചെയ്തത് ഈ ലോ ആണ്. അപ്പോൾ ഈ ലോ SLQ ആണ്. ഇപ്പം ഇത് ലാസ്റ്റ് ലോ ബിഫോർ മെയിൻ ലോ അല്ലേ. അപ്പം ഇത് എടുത്തിട്ട് ട്രേഡ് കിട്ടാൻ വേണ്ടി വെയിറ്റ് ചെയ്ത്. പക്ഷേ ആ സമയത്താണ് ഞാൻ നമ്മളെ പിള്ളേരുടെ ഡിസ്കോഡിൽ ജോയിൻ ചെയ്തിരുന്നത്. അവന്മാരുടെ എന്താ പറയുക, മറ്റേ ടൂള് ഇൻസ്റ്റാൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ട്രേഡേഴ്സിൻ്റെ. അപ്പം ഞാൻ ഇത് കണ്ടില്ല, ഞാൻ ശ്രദ്ധിച്ചില്ല, മനസ്സിലായി. ഞാൻ അലേർട്ട് ഒന്നും ഇട്ട് വെച്ചില്ല. അപ്പം അവിടെ ഇരുന്നുകൊണ്ട് ഇത് എടുത്ത കാര്യം ഒന്നും അറിഞ്ഞില്ല. പ്രൈസ് ആക്ച്വലി SLQ എടുത്ത് കറക്റ്റ് ആ താഴത്ത് അൺമിറ്റിഗേറ്റ് വയ്ക്കുമെന്ന്, നല്ല ട്രാൻസാക്ഷൻ, നല്ല കറക്റ്റ് SLQ എടുത്തിട്ട്
കറക്റ്റ് ആ മണി ലെവലിൽ വിക്കി തന്നെ വന്ന് ലിക്വിഡിറ്റി ഉണ്ടായിരുന്നു, മണി ലെവൽ ഡോട്ട് ഉണ്ടായിരുന്നു. ടാപ്പ് ചെയ്തിട്ട് പോയി. ഡോട്ട് ടാപ്പ് കറക്റ്റ് അവിടെ എൻട്രി ഉണ്ടായിരുന്നു. ഉം. എൻട്രി ഉണ്ടായിരുന്നു. ഇത് ആക്ച്വലി ന്യൂസിന്റെ സമയത്ത് TP അടിച്ചിട്ടുണ്ട് ഈ ട്രേഡ്. ഓക്കെ, ആ ട്രേഡ്. അപ്പോൾ ഇതാണ് എനിക്ക് മിസ്സായ ട്രേഡ് എന്ന് പറയാൻ ഇതാണ് ഉണ്ടായിരുന്നത്. ഇത് വന്ന സമയത്ത് ഞാൻ നിങ്ങൾക്ക് 3 മിനിറ്റ് ഓൾറെഡി എനിക്ക് വന്ന് ഇതില്ല, കാരണം ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ട്. അപ്പോൾ 3 മിനിറ്റ് നമുക്ക് നോക്കിയിട്ട് കാര്യമില്ലായിരുന്നു. 1 മിനിറ്റ് വന്നു കഴിഞ്ഞാൽ കറക്റ്റ് ഷിഫ്റ്റ് ഉണ്ട് ഇവിടെ കാണാം. കണ്ടു അപ്പോൾ നമുക്കിവിടെ എൻട്രി, ഡോട്ട് എൻട്രി ഇവിടെ ഉണ്ടായിരുന്നു. ഇംബാലൻസിലോ ആ വിക്കിലോട്ട് വെച്ചാൽ അത് സ്റ്റോപ്പ് ലോസ് നോക്കിയോ, ഒരു വിപ്പ് പോലും ഇല്ല. ഒരു വിപ്പ് പോലും ഇല്ലാത്ത സ്റ്റോപ്പ് ലോസ്. നല്ല എൻട്രി ആയിരുന്നു അല്ലേ? 10R കറക്റ്റ് 10Rനുള്ള നമുക്ക് ആക്ച്വലി ഇത് പാർഷ്യൽ ബുക്ക് ചെയ്തതാണ് ഓൾറെഡി. ഐ മീൻ 3R പാർഷ്യൽ ബുക്ക് ആവും. ഇവിടെ ഇപ്പോൾ ഓൾറെഡി നമ്മൾ ഈ പോയിന്റ് ഓഫ് ടൈം ബ്രേക്ക് ചെയ്യാനാണ്. അപ്പം എൻ്റെ ഒരു എക്സ്പെക്റ്റേഷൻ അറ്റ്ലീസ്റ്റ് ആ ഹൈ അടുത്ത് കളയുമെന്നായിരുന്നു എക്സ്പെക്റ്റേഷൻ. ഇത് പോകണം എന്നുള്ള എക്സ്പെക്റ്റേഷൻ. ഇതുമല്ല ആക്ച്വലി ഈ ഹൈ പോകണം, കാരണം ഇതിപ്പോൾ SLQ അല്ല. ഇതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ 15 മിനിറ്റ് ഡെലിവറി നോക്കുകയാണെങ്കിൽ ഇതാണ് ആ ഓർഡർ ഫ്ലോ മിറ്റിഗേറ്റ് ചെയ്തിട്ടുള്ള ഈ ഹൈ ആണ്. അപ്പോൾ ഈ ഹൈ ആണ് SLQ എന്നെ സംബന്ധിച്ച്. സോ ഇതെടുത്ത് കളയണമെന്നുള്ള എക്സ്പെക്ടേഷൻ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ എന്ത് പറ്റിയെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ നോക്കുമ്പോൾ 3 മിനിറ്റിൽ ഇതിൽ ഇപ്പോഴും ഷിഫ്റ്റ് ഉണ്ടായിരുന്നു. 3 മിനിറ്റ് നോക്കി കഴിഞ്ഞാൽ 3 മിനിറ്റ് ഷിഫ്റ്റ് ഉണ്ട് കാണാം. അപ്പോൾ ഞാനിത് ഇറങ്ങുകയാണെങ്കിൽ ഇവിടെ എൻട്രി എടുക്കാമെന്ന് പറഞ്ഞിട്ട്, അപ്പോൾ ഇന്നലത്തെ എൻട്രി ഇതായിരുന്നു ആക്ച്വലി. ഇന്നലത്തെ നിങ്ങൾ ഇൻസ്റ്റാ ചെക്ക് ചെയ്താൽ കാണാം, ഈ എൻട്രിയാണ് ഞാൻ പ്ലേസ് ചെയ്ത് വെച്ചിരുന്നത്. അപ്പം 3 മിനിറ്റിൻ്റെ ഷിഫ്റ്റിൽ തിരിച്ച് കയറാം എന്നുള്ള രീതിക്ക് ഒരു തെറ്റുമില്ല ഇതെടുക്കുന്നതിൽ. നമ്മളെ ലോജിക്ക് അനുസരിച്ച് എല്ലാം കറക്റ്റാണ്. ഇത് കിട്ടിയിരുന്നെങ്കിൽ ഓൾറെഡി പാർസലും എടുത്ത് കഴിഞ്ഞേനെ. ഇത് മിസ്സായെന്നേ ഉള്ളൂ. ഈ ട്രേഡ് തെറ്റൊന്നുമില്ല, ഈ ട്രേഡ് കറക്റ്റ് ട്രേഡാണ്. ഇതിന് SL വലിയ സൈസൊന്നുമില്ല, ഒരു ഇപ്പേ ഉള്ളൂ. ഈ ട്രേഡും എടുക്കാമെന്നുള്ള രീതിക്ക് ഞാൻ ഇത് സെറ്റ് ചെയ്ത് വെച്ചിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ ന്യൂസിനോട് അടുത്ത് വരുമ്പോൾ ക്ലോസ് ചെയ്യാം അഥവാ പറഞ്ഞെങ്കിൽ ഇപ്പോൾ ഇത് ഇങ്ങനെ അങ്ങ് ഇറങ്ങി, മനസ്സിലായി ഇറങ്ങി വീണ്ടും SLQ എടുത്ത് ഇപ്പോൾ വീണ്ടും 15 മിനിറ്റിൽ ഇത് വീണ്ടും SLQ ആണ്. ഇത് വീണ്ടും SLQ ആയിട്ട് മാറി. പക്ഷെ ഇവിടെ എൻട്രി ഇല്ലായിരുന്നു, ഞാൻ അതിനെ വെയിറ്റ് ചെയ്തായിരുന്നു. അപ്പം ഈ എൻട്രി എൻ്റെ ട്രിഗറായി SL അടിച്ച് എൻ്റെ ഇവിടുന്ന് വേറെ എൻട്രി കിട്ടിയുമില്ല. നോക്കിയേ, ഒറ്റ പോക്കായിരുന്നു, തന്നില്ല. ഞാൻ നോക്കിയില്ല. പിന്നെ ഇതൊരു ബ്രീച്ച് ഉണ്ടായിരുന്നു, ഇവിടെ നമുക്ക് ട്രേഡ് ഉണ്ടായിരുന്നു ആക്ച്വലി. പക്ഷെ ഞാൻ ഇത് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഒന്നാമത്തെ കാര്യം ഹോളിഡേ അല്ലേ, ബാങ്ക് ഹോളിഡേ ആയിരുന്നുകൊണ്ട് ഞാൻ വിചാരിച്ചു ശരി റിസ്ക് എടുക്കണ്ട. 7:44 മാർക്കറ്റ് ക്ലോസ് ആയിട്ടുണ്ടല്ലേ? ഉണ്ട്. ഞാൻ പിന്നെ എടുത്തില്ല. ഇത് മിസ് ചെയ്ത എൻട്രി, ഇത് നമ്മൾ മിസ് ചെയ്ത എൻട്രി. അപ്പോൾ ഈ എൻട്രി കിട്ടി, ഈ എൻട്രി SL അടിച്ചു. ഇത് കഴിഞ്ഞിട്ട് ഞാൻ നോക്കിയില്ല പിന്നെ ചാർട്ട്, മനസ്സിലല്ലേ. പിന്നെ എൻട്രി ഉണ്ടായിരുന്ന ഇവിടെയാണ് ഷിഫ്റ്റ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെയായിരുന്നു അടുത്ത എൻട്രി ഉണ്ടായിരുന്നത്. അതെ, ഞാൻ ആ സമയം ഞാൻ ഇല്ല, ചാർട്ടിലില്ല. അല്ലെങ്കിൽ ഇത് നമുക്ക് എടുക്കാം, ഇത് ഞാൻ എടുത്തേനെ. പക്ഷെ ഈ സമയം ഞാൻ ചാർട്ടിലില്ല, ഞാൻ നിർത്തി. എൻ്റെ ഇന്നത്തെ പരിപാടി കഴിഞ്ഞ്, കാരണം ഞാൻ ബാങ്ക് ഹോളിഡേയും കൂടെ ആയിരുന്നു കേസ്, അതുകൊണ്ട് ഞാൻ അതിന് റിസ്ക് ഒന്നും ചെയ്യാൻ നിന്നില്ല. ഈ ട്രേഡ് ഉണ്ടായിരുന്നു, ഇത് ഞാൻ എടുത്തില്ല, മനഃപൂർവ്വം എടുക്കാത്തതാണ്, സമയം ഒന്നും നോക്കിയില്ല. ഈ ട്രേഡ് ഉണ്ടായിരുന്നു. സോ ഇതിൻ്റെ എക്സ്പെക്ടേഷൻ എനിക്ക് ഈ ഹൈയുടെ മോളിൽ പോവുകയാണെങ്കിൽ നമുക്ക് ഇത് ചെയ്യാന്നുള്ള രീതിക്കാനായിരുന്നു. അതെ, പക്ഷെ ഞാൻ എടുത്തില്ല ഈ ട്രേഡ് എടുത്തിട്ടില്ല. അപ്പോൾ ഇത് ഓൾറെഡി TP അവിടെ ഹിറ്റ് ആയിട്ടുണ്ടായിരുന്നു. ന്യൂസിൻ്റെ സമയത്തും കറക്റ്റ് ഇത് പോയത് മുകളിലോട്ടാണ്, നേരെ മുകളിൽ പോയിട്ട് ഈ വിക്ക് മിറ്റിഗേറ്റ് ചെയ്യുക ചെയ്തത്. ഞാൻ വിചാരിച്ചത് അങ്ങ് പോവും, ഡെയിലിയൊക്കെ ഇൻവാലിഡേറ്റ് ചെയ്യുന്നതാണ്, പക്ഷെ ചെയ്തില്ല. ഇത് പോയി സ്വീപ്പ് ചെയ്തിട്ട് തിരിച്ചിങ്ങ് വന്ന്. അപ്പോൾ ഇപ്പോഴും അങ്ങോട്ട് ബൈ സൈഡ് അങ്ങോട്ട് പോകാൻ സമ്മതിക്കുന്നില്ല, അതാണ് ഇപ്പം കാണുന്നത്. അപ്പോൾ ഒരു ട്രേഡ് മിസ്സായി, ഒരു ട്രേഡ് SL അടിച്ചു. ഒരു ട്രേഡ് ഇന്നലെ എടുത്തോളൂ കേസ്, വേറൊന്നും എടുത്തില്ല. ഞാൻ വെച്ചാൽ അടുത്ത ആഴ്ച വലിയ ലോസും ഇല്ല, വന്ന് കവർ ചെയ്യാന്നുള്ളേ ഉള്ളൂ. അതുകൊണ്ട് വെറുതെ അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ റിസ്ക് മാനേജ്മെന്റ് രീതിക്ക് അങ്ങനെ വെറുതെ ട്രേഡ് നമ്മൾ ലോസ് കളയണ്ട. അപ്പം അങ്ങനെയായിരുന്നു ഇന്നലത്തെ പരിപാടികളൊക്കെ അവസാനിച്ചത്. അപ്പോൾ ഇനി നെക്സ്റ്റ് വീക്ക് നോക്കാം. നെക്സ്റ്റ് വീക്ക് എനിക്കൊന്ന് നല്ല മൊമെൻറ്റം കിട്ടുകയാണെങ്കിൽ, നമുക്ക് നമ്മളെ ഡയറക്ഷണൽ രീതിക്ക് കിട്ടുകയാണെങ്കിൽ നമുക്ക് ആദ്യം സെല്ലും പിന്നെ ബൈയും ആയിരിക്കും ഉണ്ടാവുക. സെൽസാണ് ഇപ്പം ആദ്യത്തെ രീതിക്ക്. ഇപ്പം ഞാൻ നോക്കിയിട്ടെല്ലാം സെല്ലിൻ്റോട്ടുള്ള ലിക്വിഡിറ്റിയും സെല്ലിൻ്റെ അടുത്തിട്ട് ഡെലിവറിയും ചെയ്ത് അങ്ങോട്ടാണ്. അത് ഞാൻ ശ്രദ്ധിച്ചായിരുന്നു. ഇല്ലെങ്കിൽ ഇത് ഇത്ര അടുത്ത് വന്നിട്ട് ഇത് ചിലപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവില്ല ഇത് ലിക്വിഡിറ്റി ആണെന്നുള്ള കാര്യം സാധാ. പക്ഷെ ഇതൊരു ലിക്വിഡിറ്റി പൂളാണ്. ആ ലിക്വിഡിറ്റി പൂള് ഇത് വിറ്റ് ഞാൻ വെച്ച് ഇത് എടുത്ത് കളയും, ഈ എൻ്റയർ സാധനം എടുത്ത് കളഞ്ഞിരുന്നെങ്കിൽ ഞാൻ ഇച്ചിരി കൂടെ ബുള്ളിഷ് ആയനെ. പക്ഷേ ഈ ലിക്വിഡിറ്റി എടുത്തിട്ട് ആദ്യം ട്രാൻസാക്ഷൻ താവട്ടായിരുന്നു. ഇപ്പോഴും ശ്രദ്ധിച്ചാൽ ഈ ഇൻവെസ്റ്റ്മെൻറ്റും ഈ SLQ ഉപയോഗിച്ച് ഇപ്പോഴും ട്രാൻസാക്ഷൻ താവട്ടെ. ഇതിപ്പോൾ ഒരു ഹൈ ആണ് നമ്മളിപ്പം നോക്കുകയാണെങ്കിൽ, അതൊരു ട്രാൻസാക്ഷനാണ്. അപ്പോൾ ആ ട്രാൻസാക്ഷൻ അടുത്ത മണി ലെവൽ, അതെ, അപ്പോൾ അടുത്ത മണി ലെവൽസ് എന്ന് വെച്ചാൽ ഒന്നില്ലെങ്കിൽ ആ ലോ പോകണം, അല്ലെങ്കിൽ ഇംബാലൻസ് ഫിൽ ചെയ്യണം. അപ്പം അതുകൊണ്ട് ആ സെല്ലിലോട്ടുള്ള താല്പര്യമാണ് എനിക്കിപ്പോൾ ഉള്ളത്.
അടുത്ത വീക്ക് തുടക്കത്തിൽ. ഇവിടെ ഓക്കെ. വന്നിട്ട് ഇത് എന്ത് കാണിക്കുമോ അതനുസരിച്ചിരിക്കും ബാക്കി നമ്മുടെ അടുത്ത വീക്കിലെ ബാക്കി കാര്യങ്ങൾ എങ്ങനെയായിരിക്കും എന്നുള്ളത്. അപ്പോൾ 15 മിനിറ്റിൻ്റെ നമുക്ക് ഡെലിവറി നോക്കി നമുക്ക് അത് തീരുമാനിക്കാം. വേറൊന്നുമില്ല. ഇനീഷ്യലി ഇപ്പോൾ വീക്കിൻ്റെ ഒബിയസ്ലി വീക്കിൻ്റെ ക്യാനിൽ ബുള്ളിഷ് ക്യാനിലാണെങ്കിൽ ഈ ക്യാനിൽ ഇപ്പോൾ ക്ലോസ് ചെയ്ത് ബുള്ളിഷ് അല്ല. അപ്പോൾ ചിലപ്പോൾ ഓപ്പൺ ലോ ഹൈ ക്ലോസ് അല്ലേ ആവുക. അപ്പോൾ ഓപ്പണും ലോയും സെല്ലായിരിക്കും ആദ്യം കിട്ടുക. ഓപ്പൺ ലോ ഹൈ ക്ലോസ് ഇത് ബുള്ളിഷായിട്ട് മാറാൻ സാധ്യതയുണ്ടെങ്കിൽ നമുക്ക് ആ വിക്ക് വേണ്ടേ. അപ്പോൾ വിക്ക് മിക്കവാറും H4 ആ മണി ലെവലിലൊക്കെ ആയിരിക്കാം മിക്കവാറും. അതാണ് എൻ്റെ ഇപ്പോഴത്തെ എക്സ്പെക്ടേഷൻ. നമുക്ക് നോക്കാം എങ്ങനെ പ്രൈസ് ആക്ഷൻ വരുന്നു, അതനുസരിച്ച് നമുക്ക് പ്ലാൻ ചെയ്യാം. അത്രേ ഉള്ളൂ. വേറെ ഒന്നും ചെയ്യാൻ ഇപ്പോൾ ഇല്ല ഇതിൽ. ബാക്കി നമുക്ക് എന്നിട്ട് നെക്സ്റ്റ് വീക്ക് ഇരുന്ന് ചെയ്യാം. ഓക്കെ, അതെ. അപ്പം അത്രേ ഉള്ളൂ. അപ്പൊ ഓക്കെ, ഓക്കെ, ഇത്രേ ഉള്ളൂ ശരി അപ്പൊ എന്നാൽ. ഈ അനാലിസിസ്. അതെ, ഈ ഓക്കെ വീക്കിന് ഓക്കെ അനാലിസിസ് ബ്രോ, അത്രേ ബൈ. ഉള്ളൂ. ഓക്കെ, ബൈ.